ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം രണ്ട് രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ രണ്ട് സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ രണ്ട് പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരിക കൂടിയാണ് ചെയ്തത്. ഈ കണക്ടിവിറ്റി കുതിച്ചുചാട്ടം കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ അഭൂതപൂർവമായ വളർച്ചയിലേക്ക് നയിക്കുകയും തദ്ദേശീയരായ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇന്ത്യൻ കാശ്മീർ വികസനത്തിന്റെ പുതിയ പാതകൾ വെട്ടിത്തുറക്കുമ്പോൾ നിയന്ത്രണ രേഖയ്ക്കപ്പുറം പാക് അധിനിവേശ കാശ്മീരിൽ ഉയരുന്നത് വിശപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും ശബ്ദങ്ങളാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, കുതിച്ചുയരുന്ന വിലക്കയറ്റം, താങ്ങാനാകാത്ത വൈദ്യുതി നിരക്കുകൾ, പ്രാതിനിധ്യമില്ലായ്മ എന്നിവയാണ് അവിടുത്തെ ജനങ്ങളെ തെരുവിലിറക്കിയത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. പാക് സൈന്യവും പോലീസും ഈ പ്രതിഷേധങ്ങളെ അതിക്രൂരമായാണ് നേരിടുന്നത്. റവാലക്കോട്ടിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് ആളുകളെ തടവിലാക്കുകയും ചെയ്തു. ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കപ്പെട്ട പാക് അധിനിവേശ കാശ്മീർ ഇപ്പോൾ പുറം ലോകത്തു നിന്നും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. വർഷങ്ങളായി പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ അവഗണന നേരിടുകയാണ്. സ്വന്തം മണ്ണിലെ നദികളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പോലും അവർക്ക് ന്യായമായ വിലയിൽ ലഭിക്കുന്നില്ല. പാകിസ്ഥാനിലെ മറ്റ് പ്രവിശ്യകളെ അപേക്ഷിച്ച് ഇവിടെ സബ്സിഡികൾ ഇല്ലാത്തതിനാൽ ഗോതമ്പ് പോലെയുള്ള അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾക്ക് പോലും തീ വിലയാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ രാജ്യദ്രോഹികളായി ചിത്രീകരിച്ച് ജയിലിൽ അടയ്ക്കുന്ന സമീപനമാണ് പാകിസ്ഥാൻ കാലാകാലങ്ങളായി സ്വീകരിച്ചു പോരുന്നത്. തങ്ങളുടെ ഭൂമിയിലെ വിഭവങ്ങൾ മുഴുവൻ പാകിസ്ഥാൻ ചൂഷണം ചെയ്യുകയാണെന്നും പകരമായി തങ്ങൾക്ക് ലഭിക്കുന്നത് ദാരിദ്ര്യവും അടിച്ചമർത്തലും മാത്രമാണെന്നുമുള്ള തിരിച്ചറിവ് അവിടുത്തെ സാധാരണക്കാരിൽ ശക്തമായി കഴിഞ്ഞു. ഈ പ്രതിഷേധങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ആസാദി മുദ്രാവാക്യങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തോടുള്ള അവരുടെ കടുത്ത നൈരാശ്യത്തിന്റെ പ്രതിഫലനമാണ്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലും സമാനമായ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാണ്.
2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം ജമ്മു കാശ്മീരിൽ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ അത്ഭുതാവഹമാണ്. മുൻപ് വർഷത്തിൽ 450 കോടി രൂപയിൽ താഴെ മാത്രം നിക്ഷേപം ലഭിച്ചിരുന്ന സ്ഥാനത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ അത് 5824 കോടി രൂപയായി കുതിച്ചുയർന്നു. 1,60,60,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ഭരണകൂടത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ സാമ്പത്തിക മാറ്റം ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് അവിടുത്തെ യുവജനങ്ങളിലാണ്. തൊഴിലില്ലായ്മയും സംഘർഷങ്ങളും മാത്രം കണ്ടുവളർന്ന ഒരു തലമുറ ഇന്ന് സംരംഭകത്വത്തിലേക്ക് തിരിയുകയാണ്. 2020 വെറും 69 സ്റ്റാർട്ടപ്പുകൾ മാത്രമുണ്ടായിരുന്ന ജമ്മു കാശ്മീരിൽ ഇന്ന് 1300-ലധികം സ്റ്റാർട്ടപ്പുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രത്യേക നയങ്ങളും ഇൻക്യുബേറ്ററുകളും സീഡ് ഫണ്ടിംഗ് സംവിധാനങ്ങളും ഈ മാറ്റത്തിന് വലിയ തോതിൽ കരുത്തു പകർന്നിട്ടുണ്ട്. 2027ഓടെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 2000-ആയി ഉയർത്താനാണ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. കല്ലേറുകളും ഹർത്താലുകളും നിത്യസംഭവമായിരുന്ന ഒരു ഭൂതകാലത്തിൽ നിന്നും ജമ്മു കാശ്മീർ ഇന്നേറെ മുന്നോട്ട് പോയിരിക്കുന്നു. ഈയിടെ കാശ്മീർ സന്ദർശിച്ച സുരക്ഷാ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നത് മുൻപെന്നത്തെക്കാളും ശാന്തമായ ഒരു കാശ്മീരിനെയാണ്. കല്ലേറുകൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. യുവാക്കൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസം, കരിയർ, സാങ്കേതികവിദ്യ എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ സജീവമാകുന്ന കഫേകളും വിനോദസഞ്ചാരികളെ കൊണ്ട് നിറയുന്ന നിരത്തുകളും നൽകുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. കാശ്മീർ ഇന്നൊരു ബോറിംഗ് സ്ഥലമായി മാറിയെന്ന് ചിലർ തമാശയായി പറയാറുണ്ട്. എപ്പോഴും സംഘർഷങ്ങളുടെ വാർത്തകൾ മാത്രം നൽകിയിരുന്ന കാശ്മീർ ഇന്ന് സമാധാനപൂർണമായ സാധാരണ ജീവിതം നയിക്കുന്ന ഒരിടമായി മാറിയതിനെയാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. അശാന്തിയുടെ വാർത്തകൾക്ക് പകരം വികസനത്തിൻ്റെ വാർത്തകൾ ഇന്ന് അവിടെ നിന്നും പുറത്തു വരുന്നുണ്ട്. ജമ്മു കാശ്മീർ പ്രകടമാക്കുന്ന ഈ വികസന കുതിപ്പ് പാകിസ്ഥാൻ ഭരണകൂടത്തിൽ വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത്. പതിറ്റാണ്ടുകളായി അവർ സ്വന്തം ജനതയോടും അന്താരാഷ്ട്ര സമൂഹത്തോടും പറഞ്ഞുകൊണ്ടിരുന്ന കള്ളക്കഥകൾ പൊളിയുന്ന കാഴ്ചയാണ് നിയന്ത്രണ രേഖയ്ക്കിപ്പുറം അവർ കാണുന്നത്. ഇന്ത്യയുടെ ഭാഗമായ കാശ്മീർ സമാധാനത്തിലേക്കും സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്കും സഞ്ചരിക്കുമ്പോൾ പാകിസ്ഥാന്റെ അധീനതയിലുള്ള കാശ്മീർ ദാരിദ്ര്യത്തിലും കലാപത്തിലും ഉഴലുകയാണ്. ഈ യാഥാർത്ഥ്യം പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജമ്മു കാശ്മീരിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പഹൽഗാം പോലെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുൾപ്പെടെ അടുത്തിടെയുണ്ടായ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ ഈ അസ്വസ്ഥതയുടെ ബാക്കി പത്രമാണ്. എന്നാൽ ഇത്തരം നീക്കങ്ങളെ അതിശക്തമായി നേരിടാൻ ഇന്ത്യൻ സുരക്ഷാ സേനകൾക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. ജൂൺ 9 സംഭവ വികാസങ്ങൾ കാശ്മീർ എന്ന സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നത്തിന് ഒറ്റയടിക്ക് പരിഹാരം കാണുന്നവയല്ലായിരിക്കാം. എന്നാൽ അവ നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ജനങ്ങളുടെ യഥാർത്ഥ സ്വാതന്ത്ര്യവും പുരോഗതിയും അളക്കപ്പെടേണ്ടത് സായുധ പോരാട്ടങ്ങളിലൂടെയോ വികാരപരമായ മുദ്രാവാക്യങ്ങളിലൂടെയോ അല്ല, മറിച്ച് അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിലവസരങ്ങളിലൂടെയും ജീവിത നിലവാരത്തിലൂടെയുമാണ്. അടിസ്ഥാന സൗകര്യ വികസനം കേവലം കോൺക്രീറ്റ് നിർമ്മിതികൾ മാത്രമല്ല, അത് മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുകയും അവരുടെ ചിന്തകളെ വിശാലമാക്കുകയും ചെയ്യുന്ന പാലങ്ങൾ കൂടിയാണ്. സോജില തുരങ്കം പോലെയുള്ള പദ്ധതികൾ മലനിരകളെ മാത്രമല്ല തുരക്കുന്നത്, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒറ്റപ്പെടലിൻ്റെയും അവിശ്വാസത്തിൻ്റെയും മതിലുകളെ കൂടിയാണ്. മറുഭാഗത്ത് പാക് അധിനിവേശ കാശ്മീരിലെ തെരുവുകളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങളെ അവഗണിക്കുകയും അവകാശങ്ങളെ തോക്കിൻ കുഴലിലൂടെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു ഭരണകൂടത്തിനും അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതിൻ്റെ വ്യക്തമായ ഓർമ്മപ്പെടുത്തൽ. നിയന്ത്രണ രേഖയുടെ 2 വശങ്ങളിലുമുള്ള ഈ വ്യത്യസ്തമായ ചിത്രങ്ങൾ വരും കാലങ്ങളിൽ ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. വികസനത്തിന്റെ വെളിച്ചം പരക്കുന്ന ഇന്ത്യൻ കാശ്മീരും അവഗണനയുടെ ഇരുട്ടിൽ തപ്പുന്ന പാക് അധിനിവേശ കാശ്മീരും നൽകുന്നത് ലോകത്തിനുള്ള വലിയൊരു പാഠം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.